നമസ്കാരം. സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ച ആ ഒരു വ്യക്തിയെക്കുറിച്ചും അവർക്ക് കർമ്മയുടെ എന്ത് തിരിച്ചടിയാണ് പ്രപഞ്ചത്തിൽ നിന്നും ലഭിക്കാനായിട്ട് പോകുന്നത് എന്നതിനെക്കുറിച്ചും പ്രപഞ്ച ശക്തി എന്താണ് നിങ്ങളോട് പറയുന്നത് എന്നുള്ളതാണ് ഈ ഒരു റീഡിങ്ങിലൂടെ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ്, ദ ഡെവിൾ, പേജ് ഓഫ് സോർഡ്സ്, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, പേജ് ഓഫ് വാൻഡ്സ്, 10 of swords, ace of wands, 3 of cups, 8 of swords, 7 of pentacles എന്നീ കാർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്കുള്ള റീഡിംഗ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളെ വളരെയധികം ദ്രോഹിച്ച ആ ഒരു വ്യക്തി വളരെ ക്രൂരമായ ചിന്താഗതിയും സ്വാർത്ഥതയും നിറഞ്ഞ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് കാണുന്നത്. നിങ്ങളെ മാനസികമായും സാമ്പത്തികമായിട്ടും തകർക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. നിങ്ങളെ ഒന്നിനും കൊള്ളാത്തവരാക്കി മാറ്റിയ പല നിമിഷങ്ങളും അവർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ സ്നേഹത്തെയും വിശ്വാസത്തെയും ഒക്കെ വെറും കളിയായിട്ട് മാത്രമായിരുന്നു അവർ കണ്ടിരുന്നത്. ഈ വ്യക്തി ഒരു കൊടുങ്കാറ്റ് പോലെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ സമാധാനവും സന്തോഷവുമെല്ലാം അവർ തല്ലിക്കെടുത്തി. കള്ളത്തരങ്ങളും ചതിയും മാത്രമായിരുന്നു അവരുടെ ആയുധമെന്ന് പറയുന്നത്. നിങ്ങളുടെ ചിന്തകളെയും തീരുമാനങ്ങളെയും ഒക്കെ നിയന്ത്രിക്കാനായിരുന്നു അവർ എപ്പോഴും ശ്രമിച്ചിരുന്നത്. മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ മോശക്കാരനാക്കാനായിട്ട് അല്ലെങ്കിൽ മോശക്കാരിയാക്കാനായിട്ട് അവർ പല കള്ളക്കഥകളും ഉണ്ടാക്കി മറ്റുള്ളവർക്കിടയിൽ പറഞ്ഞ് പരത്തി എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടപ്പാടിൻ്റെ ആ ഒരു സമയത്ത് അവർ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും ഒരു പിന്തുണയോ സഹായമോ നൽകിയിരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ തളർന്നു വീഴുന്നത് കണ്ട് അവർ ഉള്ളുകൊണ്ട് സന്തോഷിച്ചു എന്നുള്ളതാണ്. അവർ വിചാരിച്ചിരുന്നത് നിങ്ങൾ ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നുള്ളതാണ്. അതുപോലെ ഈ ഒരു വ്യക്തി എപ്പോഴും നിങ്ങളെ ഒരു സംശയത്തോടെയും കുറ്റപ്പെടുത്തലുകളോടെയും മാത്രമാണ് നിങ്ങളോട് സംസാരിച്ചിരുന്നത്. അവരുടെ മൂർച്ചയുള്ള വാക്കുകൾ നിങ്ങൾക്ക് വളരെയധികം വേദനയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെയായിരുന്നു നിങ്ങൾ അവരെ സ്നേഹിച്ചിരുന്നത്. പക്ഷേ ആ സ്നേഹത്തെ അവർ ചവിട്ടി മെതിച്ചു എന്ന് തന്നെ പറയാം. നിങ്ങളെ മാനസികമായിട്ട് തളർത്താൻ വേണ്ടി അവർ പല തന്ത്രങ്ങളും മെനഞ്ഞു. ആ ഒരു വ്യക്തി ഒരിക്കലും അവരുടെ തെറ്റുകൾ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ സമ്മതിച്ചു തരുന്ന ഒരു ആളായിരുന്നില്ല. അത്രയധികം അഹങ്കാരം ആ ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അത്രയും ദ്രോഹിച്ച ആ ഒരു വ്യക്തി എപ്പോഴും അധികാരത്തിനും പണത്തിനും മാത്രമായിരുന്നു ലക്ഷ്യം വെച്ചിരുന്നത്. മറ്റുള്ളവരെ ചൂഷണം ചെയ്തിട്ടായാലും എങ്ങനെയും ഉയരത്തിൽ എത്തണം എന്നായിരുന്നു അവർ എപ്പോഴും ചിന്തിച്ചിരുന്നത്. സ്വന്തം നിലനിൽപ്പിന് മാത്രമായിരുന്നു അവർ എപ്പോഴും മുൻതൂക്കം നൽകിയിരുന്നത്. അതേപോലെ തന്നെ ബന്ധങ്ങൾക്ക് അവർ ഒരു വിലയും നൽകാത്ത ഒരു വ്യക്തിയായിരുന്നു. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ ചേർത്ത് നിർത്തുകയും അതിനുശേഷം നിങ്ങളെ വലിച്ചെറിയുന്ന ഒരു സ്വഭാവമായിരുന്നു അവരിൽ ഉണ്ടായിരുന്നത്. കൂടാതെ എപ്പോഴും പുതിയ പുതിയ ആളുകളെ ആകർഷിക്കാനും അവരുടെ ശ്രദ്ധ നേടാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം പുറമേക്ക് വളരെ നല്ലവരായിട്ടും പാവമായിട്ടുമൊക്കെ അഭിനയിക്കാനായിട്ട് അവർക്കൊരു പ്രത്യേക കഴിവുണ്ടായിരുന്നു. എന്നാൽ ഉള്ളിൽ കപടത നിറഞ്ഞ ഒരു കറുത്ത മനസ്സായിരുന്നു അവർ ഒളിപ്പിച്ചു വെച്ചിരുന്നത്. ഇവിടെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ ഒന്നും ആ ഒരു വ്യക്തിയെ
ഒരു തരത്തിലും ബാധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ദയനീയമായ അവസ്ഥയ്ക്ക് കാരണം ആ ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ഉപദ്രവങ്ങളായിരുന്നു അവർ നിങ്ങൾക്ക് സമ്മാനിച്ചിരുന്നത്. ഇനി ഒരു ജീവിതമില്ലെന്ന് നിങ്ങൾ ഭയന്ന അവസ്ഥയിലേക്ക് വരെ അവർ നിങ്ങളെ എത്തിച്ചു എന്ന് തന്നെ പറയാം. അതായത് കൂടെ നിന്ന് പിന്നിൽ നിന്നും കുത്തുന്ന ഒരു സ്വഭാവമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അത്തരം മോശം സാഹചര്യങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ മുന്നോട്ട് വന്നു. അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് വരാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞു. പുതിയൊരു ഊർജത്തോടെയും പ്രതീക്ഷയോടെയും ഒക്കെ നിങ്ങൾ മുന്നോട്ട് നടന്നു. ബന്ധങ്ങളുടെ മൂല്യം മനസ്സിലാക്കുന്ന നല്ല സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമൊക്കെ നിങ്ങൾക്ക് വലിയൊരു പിന്തുണയായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. അവർ നിങ്ങളെ വീണ്ടും ചിരിക്കാനും ജീവിക്കാനുമൊക്കെ പഠിപ്പിച്ചു എന്നുള്ളതാണ്. മുൻപ് നിങ്ങളായിട്ട് സ്വയം ഉണ്ടാക്കിയെടുത്ത ഒരു ഭയത്തിൻ്റെ പേടിയുടെയൊക്കെ ഒരു കൂട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് അതിനെയൊക്കെ തകർത്ത് നിങ്ങൾ പുറത്ത് കടന്നു എന്നുള്ളതാണ്. ഇന്ന് നിങ്ങളുടെ കൺമുന്നിൽ കാണുന്ന ചതിക്കുഴികളെയും മോശം ആളുകളെയും ഒക്കെ തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ കഷ്ടപ്പാടിൻ്റെയൊക്കെ ആ ഒരു ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുന്നുണ്ട്. നിങ്ങൾ ഇത്രയും നാൾ ക്ഷമയോടെ കാത്തിരുന്ന നല്ല മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാനായിട്ട് പോവുകയാണ്. ഇവിടെ കർമ്മയുടെ തിരിച്ചടി ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്ന ഒരു സമയമാണ് ഇപ്പോൾ ഉള്ളത്. ഇനി പ്രപഞ്ചത്തിൻ്റെ എന്ത് തിരിച്ചടിയാണ് ആ ഒരു വ്യക്തി നേരിടാൻ പോകുന്നത് എന്ന് ചോദിച്ചാൽ, അവർ ഇത്രയും നാൾ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഉണ്ടാക്കിയതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് അവർക്ക് ഇല്ലാതാവുന്നതാണ്. സാമ്പത്തികമായിട്ട് വലിയൊരു തകർച്ചയിലേക്ക്, വലിയൊരു നഷ്ടത്തിലേക്ക് അവർ പോകുന്നതാണ്. ആരും സഹായിക്കാനില്ലാത്ത അവസ്ഥ അവർക്ക് വന്ന് ചേരുന്നതാണ്. അവരുടെ കപടമുഖം സമൂഹത്തിന് മുന്നിൽ ഉടൻ തന്നെ തുറന്ന് കാട്ടപ്പെടുന്നതാണ്. അവരുടെ ബന്ധങ്ങളൊക്കെ അവരെ വിട്ട് പോയി. മാനസികമായിട്ട് അവർ കടുത്ത നിരാശയിലേക്ക്, ഒറ്റപ്പെടലിലേക്ക് വീണു പോവും എന്നുള്ളതാണ്. ഇവിടെ നിങ്ങളെ എങ്ങനെയാണോ അവർ വേദനിപ്പിച്ചത് അതിൻ്റെ ഇരട്ടി അവർക്ക് അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. കൂടാതെ ഉറക്കമില്ലാത്ത രാത്രികളും ഭയവും അവരെ വേട്ടയാടുന്നതാണ്. അതുപോലെ അവരുടെ മൂർച്ചയേറിയ വാക്കുകൾ അവർക്ക് നേരെ തന്നെ തിരിയുന്നതാണ്. മറ്റുള്ളവർ അവരെ പരിഹസിക്കാനും ഒറ്റപ്പെടുത്താനുമൊക്കെ തുടങ്ങുന്നതാണ്. ഇവിടെ ഒരു കാലത്ത് നിങ്ങൾ അവർക്ക് മുന്നിൽ പൊഴിച്ച കണ്ണീരിന് കാലം കണക്ക് ചോദിക്കുന്ന ഒരു സമയമാണിത്. ഇവിടെ നിങ്ങൾ ഇത്രയും കാലം കാത്തിരുന്ന നീതി നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് പോവുകയാണ്. പ്രപഞ്ചം നിങ്ങളുടെ വേദനകൾ കാണുന്നുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് മുന്നിൽ അവർ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന ആ ഒരു സമയം അധികം ദൂരത്തിലല്ല എന്നുള്ളതാണ്. ഇവിടെ ആ വ്യക്തിയുടെ അധ്യായം നിങ്ങളുടെ ജീവിതത്തിൽ എന്നേക്കുമായിട്ട് അവസാനിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നത്. എന്തായാലും അവർ ചെയ്ത പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കട്ടെ. നിങ്ങൾ സമാധാനത്തോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കുള്ള റീഡിംഗ് ഇതായിരുന്നു. ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ശരിയാകണമെന്നില്ല. പക്ഷേ ഇതിൽ നിന്നും നിങ്ങൾക്ക് ശരിയായി വരുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക. അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം.